നിസാം സെയ്ദിലേക്കാണ്. നിസാം സെയ്ദ്, എനിക്ക് കോൺഗ്രസിന്റെ ഒരു വേർഷനാണ് അങ്ങിൽ നിന്ന് കേൾക്കേണ്ടത്. കാരണം രാഹുൽ മാങ്കുടത്തിന് ഈ തരത്തിൽ 1, 2, 3 എന്ന നിലയ്ക്ക് പെൺകുട്ടികളിൽ നിന്ന് പെൺകുട്ടികളിലേക്ക് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം അത് കോൺഗ്രസ് സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ആ മെയിൽ, ആ പെൺകുട്ടി നേരത്തെ പരാതി നൽകിയിരുന്നതാണ്. ആ പരാതി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കുട്ടം എത്തുന്നതിന് മുൻപുള്ള ബന്ധമാണെന്ന് ആലോചിക്കണം. അതിനു മുൻപാണ് ഈ പെൺകുട്ടി ചതിക്കപ്പെട്ടത്, ആ ബന്ധമുണ്ടാക്കിയത്. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം തന്നെ ആ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി പാർട്ടിയുടെ മുന്നിലുണ്ടായിരുന്നു. നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ എനിക്ക് മുന്നിൽ കൂടുതൽ പരാതികളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. പക്ഷേ MLA സ്ഥാനത്ത് പോലും തുടരേണ്ടതില്ല എന്നൊരു അഭിപ്രായം ആ ഒരൊറ്റ ആൾക്കേ ഉണ്ടായിരുന്നു എന്ന് വേണം അന്നത്തെ പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ. ഇന്നലെ നോക്കൂ, കുറ്റകരമായ അനാസ്ഥ അല്ലെങ്കിൽ കുറ്റകരമായ ഉത്തരവാദിത്തമില്ലായ്മ ഇന്നലത്തെ KPCC അധ്യക്ഷന്റെ പ്രതികരണത്തിലുണ്ട്. എൻ്റെ കയ്യിൽ പരാതി വന്നിട്ടില്ല എന്ന്. അത് കേട്ടതുകൊണ്ടാണ് ഇന്ന് വീണ്ടും വ്യക്തതയ്ക്ക് വേണ്ടി ആ പെൺകുട്ടി മെയിൽ അയച്ചത്. നിസാം സെയ്ദ്, അങ്ങേക്ക് പ്രതികരിക്കാം. ഇതുവരെ പാർട്ടി വളരെ വേഗത്തിൽ നടപടിയെടുത്തല്ലോ, സസ്പെൻഡ് ചെയ്തല്ലോ, ഇങ്ങനെ ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്തിട്ടുണ്ട് എന്ന വാദം നമുക്ക് മുഖവിലേക്ക് എടുക്കാമായിരുന്നു. അത് ആ ഗൗരവത്തിലുള്ള നടപടിയായി തന്നെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ഈ മെയിലിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് നേരത്തെ കിട്ടിയ പരാതിയാണ്. അയാളെ അതിനുശേഷം വീണ്ടും വീണ്ടും വളരാൻ അനുവദിച്ചത് ഈ പാർട്ടിയാണ്. നിസാം സെയ്ദ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനെ യാതൊരു ധാർമ്മികതയും പുലർത്തിയിട്ടില്ല എന്ന കാര്യങ്ങൾ വ്യക്തമാകുന്ന സാഹചര്യത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷ അർഹിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ അർഹതപ്പെട്ടയാളാണ് എന്നുള്ളതാണ് ഉരുത്തിരിഞ്ഞു വരുന്ന വസ്തുതകൾ. അത് അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. അതിനെ തടയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോ കേരളത്തിലെ കോൺഗ്രസിലോ ആരുമല്ല. അതിന് കഴിയുന്നില്ലെങ്കിൽ അത് കേരളത്തിലെ പോലീസിൻ്റെ പരാജയമാണ്, ആഭ്യന്തരമന്ത്രിയുടെ പരാജയമാണ്. പിന്നെ കേരളത്തിലെ കോൺഗ്രസ് ധാർമ്മികമായി സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും ബോധ്യം. പരാതികൾ ഔദ്യോഗികമായി ലഭിക്കുന്നതിന് മുൻപ് തന്നെ അന്തരീക്ഷത്തിൽ ചില വാദങ്ങൾ ഉയർന്നപ്പോൾ, ചില പ്രശ്നങ്ങൾ ഉയർന്നപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യമാവുകയും ഒരു നടപടി എടുക്കേണ്ട ഘട്ടമുണ്ട് എന്ന് തോന്നിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അയാളെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ആ വിവരം ഔദ്യോഗികമായി തന്നെ നിയമസഭാ സ്പീക്കറെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ചോദിച്ചോട്ടെ, നമ്മളത് ആഭ്യന്തരമന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ടെടുത്ത നടപടിയാണല്ലോ. ആ പരാതി ആ വിഷയത്തിലെടുത്ത നടപടിയാണല്ലോ. അതിനു മുൻപ് തന്നെ വന്ന പരാതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മെയിൽ ഇപ്പോൾ അയച്ച മെയിലല്ല, ഇതിപ്പോൾ അയക്കുന്നു. അതിനു മുൻപ് തന്നെ ആ പെൺകുട്ടി പരാതി നൽകിയിരുന്നു പാർട്ടി നേതൃത്വത്തിന്. അതാണ് ഇന്നലെ KPCC അധ്യക്ഷൻ നിഷേധിക്കുന്നത്. അത് ആലോചിക്കണം. അതേത് സമയത്താണ് അയാൾ യൂത്ത് കോൺഗ്രസിൽ സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുൻപാണ് ആ ബന്ധം തുടങ്ങിയത്. അതിനുശേഷം സംസ്ഥാന അധ്യക്ഷനായപ്പോൾ ആ കുടുംബം വിവാഹത്തിന് സമ്മതിക്കായിരുന്നു. അല്ലെങ്കിൽ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കാണ് ആ കുടുംബവും കണ്ടിരുന്നത്. എന്നിട്ട് ആ ബന്ധം മാസങ്ങളോളം മുന്നോട്ട് പോകുന്നു. പിന്നെ നടന്ന കാര്യങ്ങൾ അങ്ങും അത് വായിച്ചിരിക്കും. ഞാൻ ഇതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ആ പെൺകുട്ടി ഇപ്പോൾ പരാതിക്ക് പോലും തയ്യാറാകാത്ത സാഹചര്യമാണ് ഈ നാട്ടിലുള്ളത്. ആ പരാതി കിട്ടിയപ്പോൾ KPCC പ്രസിഡന്റ് അത് പോലീസിന് കൈമാറി, പോലീസ് DGPക്ക് കൈമാറി എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻപ് ആ പരാതി അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഇന്നത്തെ കൈമാറിയത് ഇന്ന് 12:47 കിട്ടിയ പരാതിയാണ്. ഇന്ന് വന്ന മെയിൽ അദ്ദേഹം ഇന്ന് തന്നെ കൈമാറി. അതിന് മുൻപ് തന്നെ പെൺകുട്ടി പരാതി നൽകിയെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മുന്നിലുള്ളതല്ല, പെൺകുട്ടി ആ കത്തിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ. അതിന് നമ്മുടെ മുമ്പിൽ തെളിവ്, ആ പെൺകുട്ടി അവകാശപ്പെടുന്നതല്ലാതെ അങ്ങനെ ഒരു മെയിൽ അയച്ചതായി യാതൊരു തെളിവും ആ പെൺകുട്ടിയും ഹാജരാക്കിയിട്ടില്ല. നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു തെളിവുമില്ല. നവംബർ 28 കിട്ടിയ പരാതിയോ? കിട്ടിയ പരാതിയോ? ആ പരാതി കൂട്ടി എവിടെയെങ്കിലും ഇതിന് മുൻപ് അയച്ച പരാതി ഉള്ളതായി എവിടെയെങ്കിലും അതിനൊരു തെളിവും നമ്മുടെ മുമ്പിൽ ഇതേവരെയില്ല. അതിൻ്റെ എന്തെങ്കിലും കോപ്പി സ്മൃതിക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. KPCC പ്രസിഡന്റ് ഇന്ന് കിട്ടിയ പരാതിയാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത്. ആ പരാതി മാത്രമാണ് നവംബർ 28 പരാതി കിട്ടിയിട്ടും KPCC അധ്യക്ഷൻ തനിക്ക് മുന്നിൽ പരാതിയില്ല എന്ന് ഇന്നലെ പറഞ്ഞതിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നവംബർ 28 ഇന്നിപ്പോൾ 4 ദിവസത്തിനകം അദ്ദേഹം നവംബർ 28 ദിവസം അദ്ദേഹത്തിന്റെ കയ്യിൽ ആ പരാതി ഇപ്പോഴായിരിക്കും ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു 3 ദിവസം ഒരു മെയിൽ ഒരു ഔദ്യോഗികമായി നമുക്കറിയാം
ഔദ്യോഗികമായി ഒരു KPCC പ്രസിഡന്റ് അല്ല. KPCC പ്രസിഡന്റ് വരുന്ന എല്ലാ മെയിലുകളും കൈകാര്യം ചെയ്ത് അദ്ദേഹം KPCC ഓഫീസിൽ എത്തുമ്പോഴായിരിക്കും ആ മെയിലുകൾ അദ്ദേഹത്തിൻ്റെ മുൻപിലെത്തുന്നത്. അദ്ദേഹം ഇന്ന് വീണ്ടും ആ മെയിൽ കിട്ടിയപ്പോൾ അദ്ദേഹം കൈമാറി. അതിന് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന കാലതാമസം അല്ലാതെ മനഃപൂർവ്വമായി ഉണ്ടാകുന്ന ഈ 4 ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും രാഹുൽ എന്നെ സംരക്ഷിക്കാനായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ തന്നെ രാഹുലിനെ അകറ്റി നിർത്തുകയും രാഹുലുമായി ബന്ധപ്പെടാതിരിക്കുകയും ചെയ്തു. പിന്നെ ചില മറ്റെന്തെങ്കിലും രീതിയിൽ കോൺഗ്രസ്സുകാർ രാഹുലിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ രാഹുലിന് വേണ്ടി നടത്തുന്ന സൈബർ ആക്രമണമൊന്നും കോൺഗ്രസ്സുകാരുടേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിനകത്ത് രാഹുലിനേതായി എന്തെങ്കിലും രാഹുലിനോട് അനുകൂലമുള്ള ഒരു മനോഭാവമുള്ള ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. അവരുടെ മനസ്സിൽ ഇന്നും ഉള്ളിൽ ഉറങ്ങാതെ കിടക്കുന്ന ഒരു വേദനയുണ്ട്. അവരുടെ ഉള്ളിൽ ആഴത്തിലേറ്റ ഒരു മുറിവുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മാന്യനായ മനുഷ്യനെ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഒരു സ്ത്രീയെ ഉമ്മൻചാണ്ടി വിഷയത്തിലെ രാഷ്ട്രീയമൊക്കെ ഉമ്മൻചാണ്ടി ഏറ്റ വേദനയെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സ്മൃതിക്ക് അത് പറയാൻ അനുവദിക്കാത്തത്? ഉമ്മൻചാണ്ടിക്ക് ഏറ്റ ഉമ്മൻചാണ്ടി ഈ നാട് വേട്ടയാടിയപ്പോൾ, ഈ മുഖ്യമന്ത്രി വേട്ടയാടിയപ്പോൾ, ഈ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന നികൃഷ്ടമായ ഒരു ജന്മം ആ മന്ത്രിസഭയിൽ ഇന്നും തുടർന്ന് ജന്മം ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജമായ പരാതി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ച ഹൃദയവേദന കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ഒരു കാലത്തും മറക്കാൻ കഴിയില്ല. അതിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തതിനെ കുറിച്ച് കേരളം സംസാരിച്ചിട്ടുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കാര്യമുള്ളൂ ഇപ്പോൾ പറഞ്ഞതിലൂടെ ഉമ്മൻചാണ്ടി അപമാനിക്കുകയാണ് ശ്രീനിസാം സയ്യിദ്. അങ്ങ് അപമാനിക്കുന്ന ഉമ്മൻചാണ്ടിയാണ് ശ്രീനിസാം. ഞാനല്ല, ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഏറ്റ വേദനയാണ്. ഇതേവരെ ഔദ്യോഗികമായ പരാതി ഇല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.